ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നവ്യ എല്ലാ സത്യങ്ങളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അബിക്ക് ജ്വല്ലറിയിൽ നല്ല ഒരു പിടിപാടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അതുപോലെ ജ്വല്ലറിയുടെ ഓണർ നാഗേന്ദ്ര അബിയുടെ അച്ഛനാണെന്നുള്ള വിവരമൊന്നും നവ്യയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അബി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവന്തികയും നമ്മുടെ ഒപ്പം തന്നെയാണ് എന്ന്. അവൾ അനന്തപുരിയിൽ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുകയാണ്, പക്ഷേ അവിടെ നമ്മുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് നവിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അബി. അപ്പം നവി മനസ്സിലാക്കുകയാണ് അനിയെ വിവാഹം കഴിക്കാനും ഇവൾ കരുതി കൂട്ടി തന്നെ ചെയ്യുന്നതാണ്, അനിയെ ചതിയപ്പെടുത്തുന്നതാണെന്നുള്ള കാര്യം. അങ്ങനെ നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നന്ദുവും അനിയും അവർ പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴും രണ്ടുപേരുടെയും മനസ്സിൽ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഈ വിവാഹം അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹമേ ഞാൻ നടത്തി കൊടുക്കുള്ളൂ. അവന്തികയും അനിയുമായിട്ട് ഒരിക്കലും ചേരാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ കേട്ടോ. അതിനായിട്ട് നവ്യ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ്, നമ്മളിപ്പോൾ ഇത്രയായി വരികയാണ്. ഒരു 100K വരെയൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനി നന്ദുവിനെ പോയി കാണുന്നുണ്ട്. നന്ദുവിനെ കണ്ടിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നാൽ ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല, ഈ വിവാഹത്തിനൊട്ട് ഞാൻ സമ്മതിക്കാനും പോകുന്നില്ലെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അനി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, നീയും അവന്തികയുമായിട്ടുള്ള വിവാഹം നിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ച് വെച്ചതല്ലേ, എനിക്കിതിന് എന്താ പങ്കെന്ന് ചോദിക്കും. അനി പറയാം, നിനക്കൊരു പങ്കുമില്ലേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നമ്മൾ ഒന്നാവണമെന്ന്, അതിനായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ മാരേജ് ചെയ്തോ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന്. അപ്പോൾ നന്ദു പറയാം, നീ എന്താ അനി പറയുന്നത്, നിനക്ക് അവന്തികയുമായിട്ടുള്ള ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഒരു നിയമപാലകയായ നീ മൊത്തം ഒളിച്ചോടിപ്പോയി എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറ്റുമോ? നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടേ? ഈ സമൂഹം നമ്മളെ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയണ്ട, ഇപ്പം അവന്തികയുമായിട്ട് എൻ്റെ കല്യാണ നിശ്ചയം വരെയായി. ഈ വിവാഹ നിശ്ചയമൊക്കെ മുത്തച്ഛൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനവരിപ്പോൾ ഈ വിവാഹ നിശ്ചയം ധൃതി പിടിച്ച് ഉറപ്പിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയാം, അതൊക്കെ ശരിയാണ്, അനാമിക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതങ്ങ് മുടങ്ങി പോവുക തന്നെ ചെയ്യും. പക്ഷേ വിവാഹമല്ലല്ലോ, അതുകൊണ്ട് നിയമപരമായിട്ടുള്ള സപ്പോർട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിൻ്റെ മുത്തശ്ശൻ കരുതിക്കൂട്ടി തന്നെ ചെയ്യുന്നതായിരിക്കും എന്ന് പറയാം. മുത്തശ്ശൻ കരുതിക്കൂട്ടി ചെയ്യുന്നു. മുത്തശ്ശൻ അവന്തികയുടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അന്ന് അവൾ നേരത്തെ തന്നെ സ്നേഹിച്ചിരുന്ന നവീനെയായിരുന്നു. നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചതാണ്. നവീനെ വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹിച്ചതുമാണ്. പക്ഷേ നവീൻ അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പം അവളുടെ മനസ്സ് തകർന്നു പോയി. പിന്നീടിപ്പം അവൾ എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലും എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് അവൾക്ക് നേരത്തെ അങ്ങനെ ഒരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. നന്ദു, നിനക്കറിയോ, ഈ അവന്തിക പഠിക്കാൻ പോകുന്നതിന് മുമ്പേ അവളുടെ സ്വഭാവം അബിയുടേതിൻ്റെ അപ്പുറമായിരുന്നു. അബിയും അവന്തികയും അവരുടെ അമ്മ ജലജയും എല്ലാം ഒരേ തട്ടി തന്നെയാണ് നിന്നുകൊണ്ടിരുന്നത്. അതിനൊക്കെ ശേഷം വിദേശത്ത് പഠനം കഴിഞ്ഞ് വന്നപ്പോഴാണ് അവന്തികയുടെ സ്വഭാവത്തിൽ ഈ മാറ്റം കണ്ടത്. അനന്തപുരിയിലുള്ളവരുടെ സ്നേഹവും അവളുടെ ചേട്ടനോടും അമ്മയോടും ദേഷ്യവും ഒക്കെ, അതൊക്കെ അവളുടെ ഒരു അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് അങ്ങനൊന്നും ആയിരിക്കില്ല, നീ അവൾക്ക് നാട്ടിൽ വന്നപ്പം എല്ലാ കാര്യങ്ങളും മനസ്സിലായിരിക്കും, അതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പം അവൾ നിന്നത് എന്ന് പറയാണ്. എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും എന്നോട് അവൾക്ക് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹമേ അവന്തികയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ നിമിഷം നവീനുമായിട്ടുള്ള വിവാഹം മുടങ്ങുന്നത് വരെ അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടില്ല. അതിനുശേഷം പെട്ടെന്ന് എന്നെ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരുടെയും അടുത്ത് പറയണമെങ്കിൽ അതിന് കാരണമുണ്ട്. ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയി, ആദർശേട്ടൻ ആ സ്ഥാനത്തുനിന്ന് മാറി. പിന്നെ ഓരോരോ ഭാഗത്തും ഞാനിങ്ങനെ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുമ്പം അവൾക്കൊരു ചിന്തയുണ്ട്, എന്നെ വിവാഹം കഴിച്ചാൽ അവൾക്ക് ഈ സ്വത്തുകൾ മുഴുവൻ കിട്ടുമെന്നോ, മൂർത്തീസ് ജ്വല്ലറിയുടെ MDയെ വിവാഹം കഴിക്കാമെന്നോ മറ്റോ. അതുകൊണ്ടാണ് അവളിപ്പോൾ ഇങ്ങനെയുള്ള അടവുകളൊക്കെ ഇറക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദു, എന്തായാലും നന്ദു, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന് എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ ആ പന്തലിൽ വരുത്താമെന്ന് വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നാലും വിവാഹ നിശ്ചയം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അവന്തികയും ഒന്നിച്ചൊരു ജീവിതം ഒന്നും നടക്കാൻ പോകുന്നില്ല. നേരത്തെ അനാമികയുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും കൂടി ചെയ്തത്. അനാമികയുമായിട്ടുള്ള ബന്ധം നല്ലതാണെന്ന് പറഞ്ഞ് ആ നിമിഷം എന്നെ നിർബന്ധിച്ച് അനാമികയുമായിട്ട് വിവാഹം കഴിക്കുകയായിരുന്നു. നിനക്കറിയാലോ, വിവാഹത്തിൻ്റെ തലേ ദിവസം ഞാൻ ഹോട്ടൽ റൂമിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് ആദർശേട്ടനെ നയനേച്ചിയൊക്കെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ മാനസികാവസ്ഥ അന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയാണ്.
നന്ദു പറയുന്നുണ്ട്, എനിക്കും അറിയാം ഞാനും അന്നൊരു അബദ്ധം ചെയ്തത്. അനി നിനക്കറിയില്ലേ, നിന്നോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നീ എൻ്റെ കൺമുന്നിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാനുള്ള ധൈര്യമൊന്നും എനിക്കും ഇല്ല അനി. അന്ന് നിന്റെ വിവാഹത്തിൻ്റെ അന്ന് ആ പന്തലിൽ നിന്നിറങ്ങി ഞാൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അനി നന്ദുവിനെ ആശ്വസിപ്പിക്കുക, നീ ഇനി അങ്ങനെ ഒരു അബദ്ധമൊന്നും ചെയ്യരുത്. എന്തായാലും അവന്തികയുടെ ഒപ്പം ജീവിക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. നന്ദുവിന് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതൊന്നും അറിയാതെ നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം എൻ ജ്വല്ലറിയിലാണെങ്കിൽ ആ കോമ്പറ്റീഷൻ്റെ കാര്യത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അഭിയുണ്ട്, അവന്തികയുണ്ട്, നാഗേന്ദ്രയുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവന്തികയെ കുറേ ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ട് കാണിക്കുകയാണ് അഭി. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ ഒന്ന് നോക്കിക്കേ, ആ മാളവിക ചെയ്ത് തന്ന ഡിസൈനുകളാണ്, അതിനേക്കാളും നല്ല ബെറ്റർ അല്ലേന്ന് നീ നോക്കിക്കേ എന്ന് പറയാണ്. അപ്പോൾ അവന്തിക അതൊക്കെ മേടിച്ചിട്ടൊന്ന് നോക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞ് പറയുന്നുണ്ട്, ആ കൊള്ളാം, നന്നായിട്ടുണ്ട് മാളവിക ചെയ്തത്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നയനയുടെ എത്രയും എത്തുമോ എന്ന് എനിക്കറിയില്ല. നയന അവിടെ ഭയങ്കര ധൃതി പിടിച്ച് ഡിസൈനുകളൊക്കെ ചെയ്യുവാണെന്നാണ് അറിയാൻ പറ്റിയത് എന്ന് പറയണം. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, നയനയുടെ ഡിസൈനുകളൊക്കെ ഒന്ന് ചോർത്തിക്കൊണ്ട് വരണം. എങ്ങനെയെങ്കിലും അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചൊരു കളിയൊക്കെ അങ്ങ് കളിക്കാം. അതിൽ നന്നായിട്ട് ആരെക്കൊണ്ടെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യിച്ച് പോകാം. ഈ പ്രാവശ്യവും എനിക്ക് അനിയുടെ മുമ്പിൽ തലകുനിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ ജയിക്കണം എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രൻ പറയാ, ശരിയാ മോളെ, നിന്നെ കൊണ്ട് ഇത് സാധിക്കും. കാരണം നീ ഇപ്പോഴും അവരുടെ കൺമുന്നിൽ അവിടുത്തെ അനന്തപുരിയോട് സ്നേഹമുള്ള കൊച്ചുമോളല്ലേ. അതുകൊണ്ട് നിനക്ക് നയനയുടെ ആദർശിൻ്റെ വീട്ടിൽ ധൈര്യമായിട്ട് കയറി ചെല്ലാം. നയന ചെയ്തു വെച്ചിരിക്കുന്ന ഡിസൈനുകൾ എങ്ങനെയുണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ തരുവാണെങ്കിൽ മാളവികയെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടോ ഒക്കെ നമുക്കതിൽ നല്ലത് ചെയ്യിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവന്തിക ആലോചിക്കുക, ശരിയാച്ച, അതെനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയാണ്. അപ്പോഴേക്കും നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട്, മോളെ, നിന്റെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ എന്തായി, എല്ലാം ഉറപ്പിച്ചല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ അവന്തിക പറയാ, അച്ഛനറിയാമല്ലോ എല്ലാം ഉറപ്പിച്ചെന്ന്, ഇതിൻ്റെയൊക്കെ പിന്നി കളിക്കുന്ന അച്ഛനാണല്ലോ, പക്ഷെ അച്ഛൻ എനിക്കൊരു വിഷമമുണ്ട് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര ചോദിക്കുക, അതെന്താ മോളെ നിനക്കൊരു വിഷമം? അല്ല, വിവാഹ നിശ്ചയ സമയത്ത് അച്ഛൻ കൂടി അവിടെ വേണമായിരുന്നു. അച്ഛനില്ലാതെ പിന്നെ എൻ്റെ വിവാഹ നിശ്ചയവും വിവാഹവും ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല അച്ഛാ എന്ന് പറയണം. അപ്പം നാഗേന്ദ്രൻ പറയാം, അയ്യോ മോളെ, നീ അങ്ങനെയൊക്കെ പറയാതെ, ഈ വിവാഹ നിശ്ചയം നമ്മുടെ ഒരു തൂർപ്പ് ചീട്ടല്ലേ, അനിയെ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തൂർപ്പ് ചീട്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അനി ഏകദേശം ലോക്കാകും. പിന്നെ നീ പറയുന്നത് പോലെ തന്നെ അവൻ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് വിവാഹ നിശ്ചയം പെട്ടെന്ന് നടക്കട്ടെ, ആനന്ദമൂർത്തി വിചാരിച്ചതുപോലെ തന്നെ. മാത്രമല്ല, ആ അനിക്ക് നന്ദുവുമായിട്ട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പം അഭി പറയാം, ഞങ്ങൾ പറയുന്നത് മാത്രമല്ല അച്ഛാ, അതുണ്ട്. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. അവനിപ്പോഴും ദേ ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഇവളെ വിവാഹവും കഴിക്കില്ലാന്നും ഈ വിവാഹ നിശ്ചയത്തിന് അവന് താല്പര്യമില്ലാന്നും. ഭയങ്കര ഉടക്കാണ് അനി എന്ന് പറയണം. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിന്നോട് അവൻ പറഞ്ഞത്? അപ്പോൾ അവന്തിക പറയാം, അതച്ചാ, എന്നെ വന്ന് അനിയേട്ടൻ കണ്ടു, അനിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാന്നും, അതുകൊണ്ട് ഇപ്പം എന്തിനാ നീ എന്നെ വിവാഹം കഴിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു. മാത്രമല്ല, ഞാനിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിലെ MD കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടല്ലേ നീ എന്നെ വിവാഹം കഴിക്കാൻ വരുന്നതെന്ന് എന്നോട് നേരിട്ട് ചോദിച്ചു. അപ്പം നാഗേന്ദ്ര പറയാ, അത്രയൊക്കെ അവൻ ചിന്തിച്ചു കൂട്ടി. അപ്പം അവൻ്റെ തലയിലും ആൾതാമസം ഉണ്ടല്ലേ മോളെ. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം അവനും ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു കാണിച്ചു. അങ്ങനെയൊന്നും അല്ല അനിയേട്ടാ, അനിയേട്ടൻ എന്തിനാ എന്നെ അവിശ്വസിക്കുന്നത്? ഞാൻ അനിയേട്ടനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങ് തട്ടിവിട്ടു. അതൊക്കെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്നും വിവാഹ നിശ്ചയ സ്ഥലത്ത് എത്തില്ല എന്നും ഒക്കെ പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്ന് പോയത്. ഞാൻ നേരെ പോയി മുത്തശ്ശനെ കണ്ടു. മുത്തശ്ശനെ കണ്ട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, അനിയേട്ടൻ ഇങ്ങനെ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചെന്നും വിവാഹ നിശ്ചയത്തിന് അനിയേട്ടൻ വരില്ല എന്ന് പറഞ്ഞെന്നും അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയെന്നും അന്ന് നവീനേട്ടുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാണെന്നും പിന്നീട് അത് മുടങ്ങിപ്പോയപ്പം എനിക്ക് ഒരുപാട് വിഷമമായി മുത്തശ്ശ. ഇനിയിപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വിവാഹ നിശ്ചയം അനിയേട്ടൻ വരാത്തത് മൂലം മുടങ്ങുകയോ മറ്റോ ചെയ്താൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അങ്ങ് കാച്ചി. അത് അവരങ്ങ് വിശ്വസിച്ചിട്ടുണ്ട്. മുത്തശ്ശൻ അനിയേട്ടനെ വിളിച്ച് ചീത്ത പറഞ്ഞു. മുത്തശ്ശൻ്റെ ആജ്ഞയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് അവിടെ വിവാഹ നിശ്ചയ പന്തലിൽ അനിയേട്ടൻ ഉണ്ടായിരിക്കണമെന്ന്. അതനുസരിക്കാതിരിക്കാൻ അനിയേട്ടനെ കൊണ്ടാവില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് നാഗേന്ദ്രൻ, ശരിയാ, മുത്തശ്ശൻ പറഞ്ഞ ആ കൊച്ചുമക്കൾ അനുസരിക്കുമല്ലോ. ആദർശവും അനിയൊക്കെ ആ ഒരു ഗണത്തിൽപ്പെടുന്നവരല്ലേ. അതുകൊണ്ട് മുത്തശ്ശൻ നിർബന്ധം പറഞ്ഞതുകൊണ്ട് അനി ആ വിവാഹ നിശ്ചയത്തിനെത്തും. അതോർത്ത് മോള് പേടിക്കാനൊന്നും പോകണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ മതി എന്ന് പറയാണ്. എന്നിട്ട് നാഗേന്ദ്ര അബിയോട് പറയുന്നുണ്ട്, എടാ അബി, എല്ലാ കാര്യത്തിനും നീ മുന്നിൽ നിന്ന് ചെയ്തോണം. നിന്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയമാണ്.
ഞാൻ അവിടെ ഇല്ലാത്ത കുറവൊന്നും എൻ്റെ മോൾക്ക് അനുഭവപ്പെടാൻ പാടില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ മക്കളുടെ ഉന്നതിയിൽ ഒപ്പം എത്തണം എന്നുള്ളത്. എൻ്റെ മോളുടെ വിവാഹ നിശ്ചയവും വിവാഹമൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്. ഇപ്പോൾ ഈ വിവാഹ നിശ്ചയത്തിന് എനിക്ക് എത്താൻ പറ്റുകയില്ല. അതിന് കാരണങ്ങളുണ്ട്. പക്ഷേ വിവാഹത്തിന് ഒരിക്കലും ഞാൻ എത്താൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ഉണ്ടാവണം. എനിക്ക് വേണം മുൻപന്തിയിൽ നിന്ന് എൻ്റെ മോളുടെ വിവാഹം നടത്തി കൊടുക്കാൻ. അവിടം വരെ എത്തണമെങ്കിൽ നമ്മൾ ഈ കളികൾ കുറച്ചുകൂടി സ്പീഡിൽ കളിക്കണം. പിന്നെ നിന്റെ അമ്മ ഈ വിവരങ്ങളൊന്നും ഒരിക്കലും ജലജ അറിയാൻ പാടില്ല. ജലജ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീരും. ഇപ്പോഴും അവൾക്ക് എന്നോട് മനസ്സിൽ ശത്രുത കാണും. പിന്നെ ഞാനൊരു കോടീശ്വരനായതുകൊണ്ട് ജ്വല്ലറിയുടെ ഉടമസ്ഥനായതുകൊണ്ടും ഒക്കെ അവൾ ചിലപ്പോൾ എന്നെ അംഗീകരിച്ചേക്കും. പക്ഷേ അവളെ ഞാൻ അംഗീകരിക്കുകയില്ല. അന്ന് വെറും കരിയേപ്പില പോലെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുമ്പം അവൾ എന്നെ ഒന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾ മക്കളെ എന്നെ ഒന്ന് കാണിച്ചിട്ടില്ല. നിങ്ങളോട് എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അവളുടെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ജലജ ഈ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ അഭി പറയാം, ഇല്ലച്ചാ, ഒരിക്കലുമില്ല. അമ്മയല്ലേലും ഈ വിവരങ്ങളൊന്നും അറിയിക്കാൻ പറ്റില്ല. കാര്യം സ്വന്തം അമ്മയൊക്കെയാണ്. ഇത്രയും നാളും കൂട്ടുനിന്നെങ്കിലും അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയുടെ മനസ്സിൽ നിറച്ച് വിഷമാണ് അനന്തപുരിയിലുള്ളവരോടും. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളോട് വരെ അത് കാണും. അമ്മയ്ക്ക് സ്വന്തം നിലനിൽപ്പും സ്വന്തം സൗന്ദര്യവും സ്വന്തം ആഹാരവും അതൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരോടും വലിയ സ്നേഹമൊന്നുമില്ല. അതുകൊണ്ട് അമ്മയെ നമ്മുടെ കൂടെ കൂട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അബിയും പറയണം. അതിനുശേഷം അവന്തിക പറയുന്നുണ്ട്, ശരിയാച്ചാ, ഡിസൈനുകളിലെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കാം. ഞാൻ അടുത്ത ദിവസം തന്നെ നയനയുടെ ആദർശിൻ്റെ വീട്ടിൽ ചെല്ലാം. അവിടെ ചെന്ന നയന ചെയ്ത ഡിസൈനുകളൊക്കെ എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് കൊണ്ട് തരാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ അവന്തിക പ്ലാൻ ഇടുകയാണ് എങ്ങനെയെങ്കിലും നയനയെ കാണാൻ പോവുക. നയനയെ കാണാൻ എന്ന ഭാവന അവരുടെ വീട്ടിൽ ചെന്ന് നയന ചെയ്തു വെക്കുന്ന ഡിസൈനുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എന്നുള്ള കാര്യം. അങ്ങനെ അവന്തിക കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങോട്ടാ ഈ പലഹാരവും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക പറയാം, അത് ഞാൻ നയനേച്ചിയെ ഒന്ന് കാണാൻ പോവാണ്. എൻ്റെ ചേച്ചിയല്ലേ, എൻ്റെ ഏടത്തിയമ്മ. അപ്പോൾ പോയി കാണേണ്ടതല്ലേ. വിവാഹ നിശ്ചയത്തിന് മുമ്പ് അവിടെ പോയി അവരെ കണ്ട് എൻ്റെ വിവാഹ നിശ്ചയവും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണെന്ന് പറയാം. അപ്പം ജലജ പറയാം, നിനക്ക് എന്താ ഇത് സംഭവിച്ചത്? നിനക്ക് നാണമില്ലേ? ഇവിടെ നടിച്ചിറക്കി വിട്ടതാണ് ആദർശിനെ. അതുപോലെ നയനയും ആ പുറകെ പോയി അവരെ പോയി കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ 1 ശത്രുക്കളാണ് അവർ. അവളെ പോയി കണ്ട് പലഹാരം കൊടുക്കാനായിട്ട് പോകുന്നവൾ. അതുപോലെ വിവാഹ നിശ്ചയം വിളിക്കാനും. അവൾക്ക് ഇപ്പോഴും ആഗ്രഹം അവളുടെ അനിയത്തി നന്ദു ഈ വീട്ടിലേക്ക് കയറി വരണമെന്നാ. അങ്ങനെയുള്ളവരിടത്തേക്ക് നിനക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും അവന്തിക അങ്ങ് ഭയങ്കരമായിട്ട് അഭിനയിക്കുക. അവന്തിക പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് പോകേണ്ട സ്ഥലത്ത് ഞാൻ പോവുക തന്നെ ചെയ്യും. നയനേച്ചി എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നയനേച്ചിയെ പോയി കണ്ട് ഈ പലഹാരങ്ങളൊക്കെ കൊടുത്ത് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടി പോവാ. എന്നെ ഇതിന് തടയൊന്നും ചെയ്യാൻ വരണ്ടാന്ന് പറയാം. അങ്ങനെ അവന്തിക അവിടുന്ന് നേരെ നയനയുടെ ആദർശിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ഗസ്റ്റ് ഹൗസിൽ എത്തിക്കഴിയുമ്പോഴേക്കും കയറി ചെല്ലുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ആഹാ അവന്തികയോ, എന്താ മോളെ നീ ഇപ്പോൾ വന്നത്? വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏട്ടൻ അറിയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലും എല്ലാവിധ ആശംസകളും നേരുകയാണെന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതെന്താ ഏട്ടാ അങ്ങനെ പറയുന്നത്? ആദർശേട്ടനും നയനേച്ചിയൊന്നും ഇല്ലാതെ എൻ്റെ വിവാഹ നിശ്ചയം നടക്കണം എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതല്ല മോളെ, മുത്തച്ഛന് ഞങ്ങൾ വരുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. നയന ചിലപ്പോൾ വരികയായിരിക്കും, ഞാൻ പക്ഷേ വരില്ല. എനിക്കിപ്പോൾ വരാൻ സമയമായിട്ടില്ല. ഏട്ടൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ കൂടി കിടപ്പുണ്ട്. അതൊക്കെ നടന്നതിന് ശേഷമേ ഏട്ടൻ വരുള്ളൂ എന്ന് പറയാം. അപ്പം നയനേച്ചി എന്തായാലും വരണം കേട്ടോ. വിവാഹ നിശ്ചയത്തിന് വരാതിരിക്കരുത്. നയനേച്ചിയുടെ അനുഗ്രഹം ഉണ്ടാവണം. മാത്രമല്ല അനിയും നിങ്ങളുടെ അനിയൻ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാം, ഞാൻ തീർച്ചയായിട്ടും വരും. അനിയും എൻ്റെ അനിയൻ തന്നെയാണ്, എൻ്റെ സ്വന്തം അനുജൻ എന്ന് പറയാണ്. അങ്ങനെ അവിടെ കയറി കൂടുകയാണ് കേട്ടോ അവന്തിക. അതിനുശേഷം അവന്തിക പറയുന്ന ആദർശിനോട് പറയാം, ആദർശേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അനിയേട്ടന് എന്നെ വിവാഹം കഴിക്കുന്നതിനോട് ഒരു താല്പര്യവും ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിന് വരില്ല എന്നും മുടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ആദർശ് പറയാം, ഇല്ല, ഞാൻ അവനെ ഉപദേശിച്ചിട്ടുണ്ട്. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അനിയ അങ്ങനെയൊന്നും ചതിക്കുന്നവനല്ലെന്നേ. അവന് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമം കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ പറഞ്ഞത്. പക്ഷേ വിവാഹ നിശ്ചയ സമയത്ത് അനി അവിടെ ഉണ്ടായിരിക്കും. ഇത് ഈ ആദർശേട്ടൻ്റെ ഉറപ്പാണെന്ന് പറയാണ്. അപ്പോൾ അവന്തികയ്ക്ക് കുറേ അങ്ങോട്ട് ഹാപ്പിയായി. കാരണം അനി എന്തായാലും ഒരു ആദർശ് പറഞ്ഞാൽ അനി എന്തായാലും അനുസരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കയറി ചെന്ന് നയനയോട് കുശലം പറഞ്ഞ് നിൽക്കുക. നയനയാണെങ്കിൽ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നയന അവിടെ ഇരുന്നിട്ട് വരയ്ക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ ഉടനെ അവന്തിക അങ്ങോട്ട് ചേർന്ന് നിന്നിട്ട് ഇതെല്ലാം ഒന്ന് നോക്കുക, നോക്കിയിട്ട് ചോദിക്കുക, നയനേച്ചി ഡിസൈനുകളൊക്കെ വരയ്ക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അതേ മോളെ ഞാൻ വരയ്ക്കുകയായിരുന്നു, അടുത്ത ദിവസം ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അതിൽ പങ്കെടുക്കണം. ആ AN ജ്വല്ലറിക്കാർ അവരും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്, അവരെ നമുക്ക് തോൽപ്പിക്കണം. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയും അനിയും ഒക്കെ ഒന്നാം സ്ഥാനത്ത് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ചേച്ചി ഈ ചെയ്യുന്നതെന്ന് പറയാണ്. എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നയന തന്നെ. ദേ മോള് നോക്കിക്കേ, ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ എന്നും പറിച്ചിട്ട് നയന കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതെല്ലാം നോക്കുകയാണ് അവന്തിക്ക് ഒരു കള്ള ലക്ഷണത്തോടു കൂടിയേ. എന്നിട്ട് നയന അകത്തേക്ക് കയറിപ്പോയ സമയത്ത് ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് എടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് എടുത്തിട്ട് പറയുന്നുണ്ട്, അതെ എങ്ങനെയായാലും എടുത്ത് നല്ല ഡിസൈനുകളാണ് കേട്ടോ, ഇതിൻ്റെ ഒന്നും അയലത്ത് പോലും എത്താൻ ആ AN ജ്വല്ലറിക്കാർക്ക് അറിയില്ല, അങ്ങനെയൊന്നും എത്തില്ല, ഇത് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിടുകയാണേ യാത്ര പറഞ്ഞ്. അത് കഴിഞ്ഞ് ഈ ഫോട്ടോസ് എല്ലാം കൊണ്ടുവന്ന് അയച്ചു കൊടുക്കുകയാണ് ഡേവിഡിനും അബിക്കും ഒക്കെ. അപ്പോൾ ഈ ഫോട്ടോകളെല്ലാം കണ്ടിട്ട് ഡേവിഡ് ഉടനെ പറയുന്നുണ്ട്, അബി എന്തായാലും വെച്ച് താമസിപ്പിക്കണ്ട, ഇതൊക്കെ മാളവികയെ വിളിച്ച് കൊടുക്കണം, ഇതിൽ നല്ല ഡിസൈനുകൾ ചെയ്യാൻ മാളവികയോട് പറയണം. ഇനി മാളവികയ്ക്ക് പറ്റില്ലെങ്കിൽ വേറെ ആരെയെങ്കിലും പുറത്തുനിന്ന് നമുക്ക് ഹയർ ചെയ്യണം. എന്തായാലും ഈ സംഭവങ്ങൾ അടിപൊളി, ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറയണം. അങ്ങനെ ഈ ഫോട്ടോസ് എല്ലാം അബി മാളവികയെ വിളിച്ച് മാളവികയെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നയന ചെയ്യുന്ന ഡിസൈനുകളാണ്, നമ്മളുമായിട്ട് മത്സരിക്കാൻ വേണ്ടി നയന ചെയ്യുന്നത്, എന്തായാലും ഇതിലും നല്ല ഡിസൈനുകൾ മാളവിക ചെയ്യണമെന്ന് പറയാണ്. അപ്പം മാളവിക മനസ്സിലാലോചിക്കുകയാണ്, ഇതൊക്കെ എവിടുന്ന് ഇവർക്ക് കിട്ടി, നയനീച്ചി വരയ്ക്കുന്ന ഡിസൈനുകളൊക്കെ എങ്ങനെ ഇവരുടെ കയ്യിലെത്തി, ആരോ ഒരു സ്പൈ ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അത്രയ്ക്ക് ആ ഫോട്ടോസൊക്കെ ഇവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും അവിടെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക. എന്തായാലും അബിയെ ഇതൊന്നും കാണിക്കാൻ സാധ്യതയില്ല, പക്ഷെ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ചതിക്കുന്നുണ്ട്, ആദർശേട്ടനെ അറിയിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ലേ മാളവിക എന്ന് ചോദിക്കുമ്പോൾ മാളവിക പറയുന്നുണ്ട്, ശരി സാർ ഞാൻ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ മാളവികയും നല്ല ഡൗട്ട് അടിക്കുകയാണ്. മാളവിക അതെല്ലാം ചെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദർശിനോട് പറയാണ്, കണ്ടോ നയനേച്ചി ചെയ്ത ഡിസൈനുകളാണ് ഇതെല്ലാം, നയനമ്മയുടെ ചെയ്തതെല്ലാം ഫോട്ടോ എടുത്ത് ആരും അവിടെ എത്തിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ആരോ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് വന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇല്ല അവിടെ ആരും വന്നില്ല, വന്നത് പിന്നെ അവന്തികയാണ് വന്നത്, ഒരിക്കലും അവന്തിക അങ്ങനെ ചെയ്യില്ല, അവന്തികയ്ക്ക് അബിയോടും അവളുടെ അമ്മയോടും ഒക്കെ ദേഷ്യം തന്നെയാണ്, നമ്മുടെ അനന്തപുരിക്കാരോടും മുത്തച്ഛനോടും മൂർത്തീസ് ജ്വല്ലറിയോടും ഒക്കെ തന്നെയാണ് അവൾക്ക് കൂറ്, അങ്ങനെയുള്ളപ്പം അവന്തികയെ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ മാളവിക പറയാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശ്, എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്, ആരോ ഒരാൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ അവന്തിക അങ്ങനെ ചെയ്തത് മാളവിക അതിൽ നല്ല ഡിസൈനുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മാളവിക അതെല്ലാം മാറ്റിയിട്ട് മാളവിക അതിൽ മോശമായിട്ട് ചെയ്യുകയും നയന അതിലും നല്ല ഡിസൈനുകൾ ചെയ്യുകയും ചെയ്യുകയാണ് കേട്ടോ. ഈ കോപ്പികളെല്ലാം AN ജ്വല്ലറിയിൽ ചെന്നതുകൊണ്ട് തന്നെ നയന ആ ഡിസൈനുകളൊക്കെ അങ്ങ് മാറ്റുകയാണ്, ആദർശ് പറഞ്ഞ് മാറ്റിക്കുകയാണ്, വേറെ ഡിസൈനുകളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ആ കോമ്പറ്റീഷനൊക്കെ അടുക്കാറായിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ നമ്മുടെ വിവാഹ നിശ്ചയവും എത്താറായി. അപ്പോൾ നവ്യ മനസ്സിലോർക്കാണ് ഇവിടെ എല്ലാം ചതിയാണ് നടക്കുന്നത്, ആ അവന്തിക തന്നെയായിരിക്കും നയനയുടെ ഡിസൈനുകൾ ഫോട്ടോ എടുത്ത് AN ജ്വല്ലറിയിൽ എത്തിച്ചത്, അവൾ അങ്ങനെ അനിയെ വിവാഹം കഴിച്ച് അനിയെ കൂടി ചതിക്കണ്ട, നന്ദുവും അനിയും ഒന്നിക്കേണ്ടവരാണെങ്കിൽ അവർ ഒന്നിക്കുക തന്നെ ചെയ്യണം, നന്ദുവിൻ്റെ മനസ്സിൽ അനിയും അനിയുടെ മനസ്സിൽ നന്ദു ഉള്ളിടത്തോളം കാലം അവർ വേണം ഒന്നിച്ച് ജീവിക്കാൻ, അതിൻ്റെ ഇടയ്ക്ക് ഈ ഈ പെരുങ്കള്ളി അവന്തിക അവൾ അനിയെ ചതിക്കുക, ആ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. ഇനിയിപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്താണെന്ന് വെച്ചാൽ ആ അനാമികയെ പോയി കാണുക, അവളുമായിട്ടുള്ള ഡിവോഴ്സ് എനിക്ക് കിട്ടാത്തിടത്തോളം കാലം ഈ വിവാഹ നിശ്ചയം നടത്താൻ അനാമിക സമ്മതിക്കില്ല, അവളെ വിവാഹ നിശ്ചയ പന്തലിൽ എത്തിച്ച് ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും നിർത്തിവെക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യെ പോയി കാണുകയാണ് അനാമികയെ. അപ്പോൾ അനാമികയോട് പറയാണ്, അനാമികയെ ഞാനൊരു കാര്യം പറയാം, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്, നീയും അനിയും ഒന്നിച്ചൊരു ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിനക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ അത് നിനക്ക് കിട്ടണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കിട്ടണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, അബിയും നിന്നോട് വന്ന് പറഞ്ഞതല്ലേ, ദേ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം അടുത്ത ദിവസം നടത്തുകയാണ്, അങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടന്നാൽ പിന്നെ അവന്തികയ്ക്ക് പ്രശ്നമില്ലാതെ വന്നാൽ പിന്നെ ഈ ഡിവോഴ്സ് ചിലപ്പോൾ നീണ്ടുപോയെന്നിരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിനക്ക് കോമ്പൻസേഷൻ കിട്ടണം, എന്നിട്ട് ഡിവോഴ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ വിവാഹ നിശ്ചയത്തിന് നീ സമ്മതിക്കാവുള്ളൂ, അതിനു മുമ്പ് ഈ വിവാഹ നിശ്ചയം നടക്കരുതെന്ന് പറയാണ്.
അപ്പോൾ അവന്തികയും പറയാ, ശരിയാ, ഇങ്ങനെ ഒരു കളി അവിടെ നടക്കുന്നുണ്ടല്ലേ. എന്തായാലും ഇപ്പോഴും അനി എൻ്റെ ഭർത്താവ് തന്നെയാണ് നിയമപരമായിട്ട്. അങ്ങനെയുള്ളപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൻ മറ്റൊരു പെണ്ണുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തേണ്ട കാര്യമില്ല. അത് ഞാൻ നടത്തിക്കില്ലേ. ഈ അനാമിക ആരാണെന്ന് അനന്തപുരിയിലുള്ളവർ അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ആ സമയത്ത് ഞാൻ അവിടെ എത്തുമെന്ന് പറയാണ്. നവ്യക്ക് സന്തോഷമാവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലെല്ലാം നിന്ന് കളിക്കല്ലേ. അങ്ങനെ അനാമിക ആ സമയത്ത് തന്നെ അവിടെ എത്തുകയാണ്. വിവാഹ നിശ്ചയത്തിനായിട്ട് അനി നിൽക്കുന്നുണ്ട്. അനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുക. എല്ലാവരും നിൽക്കുന്നിടത്ത് ഉടനെ വേണുവും അനാമികയും കൂടി എത്തിയിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയത്തിന് എന്ത് സാധ്യതയാണുള്ളത്? ഞാൻ ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയല്ലേ. നിയമപരമായിട്ടൊരു ഡിവോഴ്സ് അനിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പം അവന്തികയുമായിട്ടുള്ള ഈ വിവാഹ നിശ്ചയത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും എതിർത്തൊക്കെ വരുന്നുണ്ടെങ്കിലും അനാമിക പറയാണ്, സമ്മതിക്കില്ല, ഈ വിവാഹ നിശ്ചയം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇവിടെ പോലീസ് എത്തുമെന്ന് പറയാണ്. അങ്ങനെ ആ വിവാഹ നിശ്ചയം അനാമിക തന്നെ അങ്ങ് മുടക്കുകയാണ് കേട്ടോ. എനിക്കങ്ങ് സന്തോഷമാവുന്നുണ്ട് തൽക്കാലത്തേക്ക്. അതങ്ങ് ഭംഗിയായിട്ട് മുടങ്ങിയല്ലോ എന്നൊക്കെ ഓർത്തിട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്